ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓറഞ്ച് ജ്യൂസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു കൊടും ചൂടിൽ നല്ല റീഫ്രഷിങ് കിട്ടുന്ന നല്ലൊരു ജ്യൂസ് കൂടിയാണ്. അതും ഡയബറ്റിക് പേഷ്യൻസിന് ഒന്നും പേടിക്കാതെ തന്നെ കുടിക്കാനും പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഓറഞ്ച് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പിനെ തടയാനും അതുപോലെ കൊളസ്ട്രോള്, ഷുഗർ, എല്ല് തേയ്മാനം എന്നിവയ്ക്കൊക്കെ അത്യുത്തമമാണ്. ഇന്ന് ഞാനിവിടെ ഈ ഒരു ജ്യൂസിനെ തയ്യാറാക്കി കാണിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും കുടിക്കാനും പറ്റുന്ന ഒന്നാണ്. ഞാനിതിലേക്ക് മധുരം ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മുടെ ഓറഞ്ച് ജ്യൂസിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടാണ് ഇതിനെ സ്വാദിഷ്ടമാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓറഞ്ചിന്റെ തോലെല്ലാം ഒന്നെടുത്ത് മാറ്റണം. ഓറഞ്ചിന്റെ തോലെല്ലാം ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് അല്ലികളാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഓറഞ്ചിന്റെ കുരുവൊന്നും തന്നെ കളഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓറഞ്ചിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ പൾസ് മോഡിൽ ഒരു 3 തവണ കറക്കിയെടുക്കണം. ഞാനിവിടെ ഓറഞ്ചിനെ ഇതുപോലെയാണ് ഒന്ന് കറക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിപ്പയിലേക്ക് ജ്യൂസിനെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞുകൂടി എടുക്കണം. നമ്മുടെ ഓറഞ്ചിലെ കുരുവൊന്നും തന്നെ അരച്ചൊന്നും ചേർന്നിട്ടില്ല. പൾസ് മോഡിൽ അരച്ചെടുക്കുമ്പോൾ 3 തവണ പ്രസ് ചെയ്താൽ മാത്രം മതിയാകും. അധികം അരഞ്ഞു പോകാതെയും വേണം ഇതിനെ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നല്ലതുപോലെ ജ്യൂസിനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ ഒരു ജ്യൂസിനെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ജ്യൂസിനെ നല്ല ടേസ്റ്റി ആക്കാനും വേണ്ടിയിട്ട് 1/2 മുറി നാളികേരം കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കണം. നല്ല സ്വാദ് കിട്ടാനായിട്ട് 2 ഏലക്ക കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ നീര് കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാരയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും തന്നെ ചേർക്കാതെയാണ് ജ്യൂസിനെ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ജ്യൂസിനെ നല്ലതുപോലെ ഒന്ന് അരിച്ചുകൂടെ എടുക്കണം. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഓറഞ്ച് ജ്യൂസിനെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ജ്യൂസിനെ 2 ഗ്ലാസ്സിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് ഐസൊക്കെ ചേർത്തിട്ടാണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസിനെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായ നല്ല സ്വാദാണ്. ഈ ഒരു ചൂട് കാലത്ത് കരിവാളിപ്പൊക്കെ തടയാനും ഇതുപോലുള്ള ജ്യൂസുകൾ നിങ്ങൾ ശീലമാക്കണേ. ഇന്നത്തെ എൻ്റെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.